ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 18 നടക്കാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സ് ടോപ്പിക്കിൽ നിന്നും പരീക്ഷയ്ക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LGS ലെവലിലും 10th ലെവൽ പ്രിലിംസിലും PSC മുൻവർഷങ്ങളിൽ ഫിസിക്സിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് അനുബന്ധ വസ്തുതകൾ കൂടിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അയിരുകളും ധാതുക്കളും, അതുപോലെ തന്നെ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും, ഇത്രയും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളും എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തവയിൽ പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവേത്? ചുവടെ കൊടുത്തവയിൽ പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവേത്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ഊർജമാണ്. നമുക്കറിയാം, ഊർജമാണ് പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവെന്ന് പറയുന്നത്. ഊർജം എന്താണ്? ഊർജം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തിൻ്റെയും പ്രവൃത്തിയുടെയും ഒക്കെ യൂണിറ്റ് എന്താണ്? ജൂളാണല്ലേ. ജൂളാണ് പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും അതുപോലെ തന്നെ താപത്തിൻ്റെയും യൂണിറ്റ് ജൂളാണ്. ഓർത്തിരിക്കുക. അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചുവടെ നൽകിയ ജോഡികളിൽ രണ്ടും അദിശ അളവുകളായവ ഏതായിരിക്കും? ചുവടെ നൽകിയ ജോഡികളിൽ രണ്ടും അദിശ അളവുകളായവ ഏതായിരിക്കുമെന്നാണ് ചോദ്യം. നമുക്കറിയാം, ബലം എന്ന് പറയുന്നതൊരു സദിശ അളവാണ് അല്ലേ. ബലം ഒരു സദിശ അളവാണ്. അതുപോലെ തന്നെ പവർ എന്താണ്? അതിശ അളവാണ്. പവർ അതിശ അളവാണ്. ബലം സദിശ അളവും പവർ അതിശ അളവും. ഇനി വേഗം എന്താണ്? വേഗവും എന്താണ്? അതിശ അളവാണ്. പിന്നെ ത്വരണം സദിശ അളവാണ്. അതുപോലെ തന്നെ സ്ഥാനാന്തരം എന്താണ്? സദിശ അളവാണ്. പ്രവേഗവും സദിശ അളവാണ്. ഇനി സമയം എന്താണ്? സമയം ഒരു അതിശ അളവാണ്. അതുപോലെ തന്നെ ഊർജവും ഒരു അതിശ അളവാണ്. ഇപ്പം നമുക്കറിയാം, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തന്നിട്ടുള്ള ജോഡികളിൽ രണ്ടും അതിശ അളവുകളായവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. സമയവും ഊർജവുമാണ് അതിശ അളവുകളായിട്ടുള്ള ജോഡികൾ. അടുത്ത ചോദ്യം നോക്കാം. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിൻ്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏതാണ്? അടിസ്ഥാന യൂണിറ്റുകളായിട്ടുള്ള മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിൻ്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ kmg/m² സെക്കൻഡ് ക്യൂബ് എന്നതാണ് ഉത്തരം. അടുത്തത് നോക്കിക്കേ. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1.62 മീറ്റർ/സെക്കൻഡ്² ആണ്. മീറ്റർ/സെക്കൻഡ്². ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം 1.62 മീറ്റർ/സെക്കൻഡ്² ആണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് എത്രയാണ്? 9.8 മീറ്റർ/സെക്കൻഡ്² ആണ്. ഇത് ഭൂമിയുടേതാണ് കേട്ടോ. ഓപ്ഷൻ എ തന്നിട്ടുള്ള 9.8 മീറ്റർ/സെക്കൻഡ്² എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ത്വരണമാണ്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? 1.62 മീറ്റർ/സെക്കൻഡ്² ആണ്. അടുത്ത ചോദ്യം ഒരുപാട് പരീക്ഷകളിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്.
വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എത്രയാണ്? വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 4 മടങ്ങാകും. ഓപ്ഷൻ ഡി 4 മടങ്ങാകും. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും. അടുത്ത ചോദ്യം ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന 10 kg പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 100 ന്യൂട്ടൺ. 100 ന്യൂട്ടൺ. അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. താഴെ തന്നതിലുള്ളതിൽ സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം സ്ഥിതികോർജം എന്താണെന്ന് അറിയണം. ഊർജം എന്താണെന്ന് അറിയാലോ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. എന്താണ് സ്ഥിതികോർജം? ഒരു വസ്തുവില് സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജത്തിനെയാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് ആ വസ്തുവിന്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജത്തിനെയാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഇനി ഉയരം കൂടുന്നതനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജവും കൂടുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജലസംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം എന്താണ്? സ്ഥിതികോർജമാണ്. മനസ്സിലായല്ലോ. ഇപ്പൊ സ്ഥിതികോർജം എന്താണെന്ന് മനസ്സിലായി. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുകളിലേക്കെറിയുന്ന വസ്തു ആ വസ്തുവിന്റെ ഗതികോർജം കുറയുകയും സ്ഥിതികോർജം കൂടുകയുമാണ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് താഴെ തന്നിട്ടുള്ളതിൽ സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ. 1. അമർത്തിയ സ്പ്രിങ് ശരിയാണ്, സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ നോക്കിക്കേ, മൂന്നാമത്തെ നോക്കിയേ, ഡാമിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം, ഇതും സ്ഥിതികോർജമാണ്. ഒരു വസ്തുവിന് ആ വസ്തുവിന്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജത്തിനെയാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം സ്ഥിതികോർജവുമായിട്ട് ബന്ധമില്ലാത്തത്? നമുക്കറിയാം. ഗതികോർജത്തെ പറ്റി ഞാൻ പറഞ്ഞു. എന്താണ് ഗതികോർജം എന്ന് പറഞ്ഞേ? ഒഴുകുന്ന ജലം, വീഴുന്ന വസ്തുക്കൾ, പായുന്ന ബുള്ളറ്റ് എന്നിവയിലൊക്കെ ഉള്ളത് എന്താണ്? ഗതികോർജമാണ്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിനും ഗതികോർജമാണുള്ളത്, സ്ഥിതികോർജമല്ല. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തിനെയാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളതിൽ 1ഉം 3ഉമാണ് സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ ബി 1, 3 എന്നിവയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു കാറും അതിന്റെ ഇരട്ടി മാസുള്ള ഒരു ലോറിയും ഒരേ ഗതികോർജത്തിൽ നേർദിശയിൽ പോകുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ലോറിക്കും കാറിനേക്കാൾ മൊമെന്റം കൂടുതലായിരിക്കും എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഉത്തരം ഓപ്ഷൻ സി കർഷണബലം. ഓപ്ഷൻ സി കർഷണബലം. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി കർഷണബലം. അടുത്ത ചോദ്യം നോക്കാം. വൈദ്യുത മോട്ടോറിലെ ഊർജമാറ്റം ഡാഷ് ആണ്. വൈദ്യുത മോട്ടോറിലെ ഊർജമാറ്റം ഡാഷ് ആണ്. ഇത് ഊർജവും അതിൻ്റെ പരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അതായത് നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് പലതരത്തിലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്താണെന്ന് പഠിച്ചിട്ട് പോവുക. അതിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും. വൈദ്യുത മോട്ടോറിലെ ഊർജമാറ്റമാണ് ഈ ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. വൈദ്യുത മോട്ടോറിലെ ഊർജമാറ്റം എങ്ങനെയാണ്? വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കിയാണ് മാറ്റുന്നത്. ഓപ്ഷൻ ബി ആണ്. വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം. നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്തെടുക്കാം. നോക്കിക്കേ, ഡൈനാമോ എന്ന ഉപകരണത്തിൽ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്താണ്? ഡൈനാമോയിൽ യാന്ത്രികോർജം വൈദ്യുതോർജമാവുകയാണ്. ഡൈനാമോയിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. അതുപോലെ തന്നെ വൈദ്യുത ജനറേറ്റർ, സ്ഥിരം പരീക്ഷകളിൽ കാണാറുണ്ട്. വൈദ്യുത ജനറേറ്ററിൽ ഊർജ പരിവർത്തനം എന്താണ്? അതും യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഇനി ചോദിക്കാറുള്ളതാണ് ഫാന്. ഫാനിൽ എങ്ങനെയാണ് ഊർജ പരിവർത്തനം? ഫാനിൽ വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കിയാണ് മാറ്റുന്നത്. വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു.
ഇസ്തിരിപ്പെട്ടി. ഇസ്തിരിപ്പെട്ടിയിലോ? ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. ഇനി വൈദ്യുത ബൾബ് എങ്ങനെ വരുന്നു? വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കിയോ അല്ലെങ്കിൽ താപോർജ്ജമാക്കിയോ മാറ്റുന്നു. മൈക്രോഫോൺ സ്ഥിരമായി ചോദിക്കാറുള്ള മറ്റൊരു പോയിന്റാണ് മൈക്രോഫോൺ. മൈക്രോഫോണിൽ ശബ്ദോർജ്ജം, തെറ്റിപ്പോകരുത്, ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. മൈക്രോഫോണിൽ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. നേരെ തിരിച്ച് ലൗഡ് സ്പീക്കർ വന്നാൽ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. സോളാർ സെല്ല് നമുക്കറിയാം, പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യുത മോട്ടോർ സ്ഥിരം ചോദിക്കുന്നതായിരുന്നു, ഞാൻ പറഞ്ഞു വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഇനി കത്തുന്ന മെഴുകുതിരിയിൽ ഊർജ്ജ പരിവർത്തനം നടക്കാറുണ്ടോ? നടക്കാറുണ്ട്. കത്തുന്ന മെഴുകുതിരിയിൽ എന്താണ്? രാസോർജ്ജം പ്രകാശോർജ്ജമോ താപോർജ്ജമോ ആയി മാറുന്നു. അതുപോലെ തന്നെയാണ് ആവിയന്ത്രവും. ആവിയന്ത്രത്തിലും താപോർജ്ജം എന്താണ്? യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഇനി ഇതൊക്കെ പോട്ടെ, പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഫോട്ടോസിന്തസിസിൽ പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇത്രയും കുറഞ്ഞത് നമ്മൾ എക്സാമിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, രാസഫലം. ഓപ്ഷൻ ബി, രാസഫലം. ഇവിടെ എന്താണ്? സ്റ്റോറേജ് ബാറ്ററിയിൽ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? സ്റ്റോറേജ് ബാറ്ററിയിലെ ഊർജ്ജ പരിവർത്തനം എന്താണ്? വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ടാണ് മാറുന്നതെന്നുകൂടി ഓർക്കുക. അടുത്തത് ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഓപ്ഷൻ സി, ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. അടുത്ത ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? ഓപ്ഷൻ എ ആണ്, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനമാണ് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. അടുത്ത ചോദ്യം, ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുത്തെഴുതുക. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം ഏതാണ്? രാസോർജ്ജത്തെ ഗതികോർജ്ജമാക്കി മാറ്റുന്നു. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. രാസോർജ്ജത്തെ ഗതികോർജ്ജമാക്കി മാറ്റുന്നു. അടുത്ത ചോദ്യം നോക്കാം. കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ്? കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ്? ഉത്തരം ഓപ്ഷൻ സി, ഊർജം. ഓപ്ഷൻ സി, ഊർജത്തിന്റെ ഭൗതിക യൂണിറ്റിന്റെ അളവാണ് കിലോ വാട്ട് അവർ. അടുത്ത ചോദ്യം, ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്? ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ഖരം. ഓപ്ഷൻ എ, ഖരമാണ് ശരിയായ ഉത്തരം. ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ഖരം. നമ്മൾ പറഞ്ഞു ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന്. ഉത്തരം ഖരം, അതായത് ഖരാവസ്ഥയിലുള്ള മാധ്യമങ്ങളിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഇനി ശബ്ദത്തിന്റെ വേഗത കുറഞ്ഞ മാധ്യമം ഏതാണ്? വാതകമാണ്. ഖരാവസ്ഥയിൽ ശബ്ദത്തിന്റെ വേഗത കൂടുതലാണെങ്കിൽ വാതകത്തിൽ ശബ്ദത്തിന്റെ വേഗത കുറവായിരിക്കും. അതുകൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. അതുപോലെ തന്നെ ശബ്ദ തരംഗങ്ങൾ ഒരു അനുദൈർഘ്യ തരംഗങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ശബ്ദത്തിന്റെ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് ഡെസിബൽ ആണ്. ഒരു സെക്കൻഡിൽ വസ്തുവിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്.
ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ലാരിങ്സ് എന്ന പേരിലാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അതുപോലെ തന്നെ ശൂന്യതയിലൂടെ ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാനാവില്ല എന്നതുകൂടി ഓർക്കുക. ശൂന്യതയിൽ ശബ്ദ തരംഗങ്ങൾ സഞ്ചരിക്കാത്തത് മൂലമാണ് ബഹിരാകാശ സഞ്ചാരികളൊക്കെ സംസാരിക്കാനായിട്ട് റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, മെർക്കുറി ബാരോമീറ്റർ. ഓപ്ഷൻ സി, മെർക്കുറി ബാരോമീറ്റർ ആണ് ഉത്തരം വരുന്നത്. അന്തരീക്ഷ മർദ്ദം അളക്കാനാണ് മെർക്കുറി ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള അനിമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അനിമോമീറ്റർ ഉപയോഗിക്കുന്നത് കാറ്റിൻ്റെ വേഗത, ദിശ എന്നിവ അറിയാൻ വേണ്ടിയിട്ടാണ് അമിനോമീറ്റർ ഉപയോഗിക്കുന്നത്. തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? താപനില അളക്കാനാണ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി വിൻഡ് വെയിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാറ്റിൻ്റെ ദിശ അറിയാൻ വേണ്ടിയിട്ടാണ് വിൻഡ് വെയിൻ ഉപയോഗിക്കുന്നത്. തന്നിട്ടുള്ളതിൽ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് മെർക്കുറി ബാരോമീറ്റർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ ഒരു പ്രസ്താവനയും ഒരു കാരണവും നൽകിയിരിക്കുന്നു. എ, ബി, സി, ഡി ഇവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവന ഇതാണ്: ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവങ്ങളിൽ കൂടുതലുമായിരിക്കും. കാരണം ഭൂമധ്യരേഖയിലെ ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവങ്ങളിലെ ഭൂമിയുടെ ആരം കുറവുമാണ്. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. പ്രസ്താവനയും കാരണവും ശരിയാണ്, എന്നാൽ പ്രസ്താവനയുടെ ശരിയായ വിശദീകരണം ആണ് നൽകിയിരിക്കുന്നതിന് കാരണം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓപ്ഷൻ ബി ആണ്. രണ്ടും എതിർദിശയിലാണ്. ന്യൂട്ടന്റെ 3-ാം ചലന നിയമത്തിലാണ് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പറഞ്ഞിരിക്കുന്നത്. 1-ാം ചലന നിയമം ബന്ധപ്പെട്ടിരിക്കുന്നത് ജഡത്വ നിയമത്തെക്കുറിച്ചും 2-ാം ചലന നിയമം എന്താണ്? ആക്ക നിയമത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ 3-ാം ചലന നിയമത്തിലാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. ഇത് ന്യൂട്ടന്റെ ചലന നിയമവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? താഴെ പറയുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? നമുക്കറിയാം, പ്രകാശവർഷം, അതുപോലെ തന്നെ പാഴ്സെക്ക്. ഇത് രണ്ടുമാണ് നീളത്തിന്റെ യൂണിറ്റുകൾ. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. 1ഉം 3ഉമാണ് ശരിയായ ഉത്തരം. 1ഉം 3ഉമാണ് ശരിയായ ഉത്തരവ്. ഇനി റേഡിയൻ എന്ന് പറഞ്ഞു രണ്ടാമത്തെ നോക്കിയ റേഡിയൻ എന്താണ്? അത് കോണളവിനെയാണ് കാണിക്കുന്നത്. റേഡിയൻ കോണളവിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് വർക്കിനെയാണ് കാണിക്കുന്നത്. നീളം എന്ന് പറയുന്നത് മീറ്റർ. സമയം എങ്ങനെയാണ് പറയുന്നത്? സെക്കൻഡ് ആണ് സമയത്തിന്റെ യൂണിറ്റ്. പിണ്ഡത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. പദാർത്ഥത്തിൻ്റെത് മോളാണ്. വൈദ്യുതിയുടെ എന്താണ്? ആംബിയർ ആണ്. പ്രകാശ തീവ്രത കാൻഡലയാണെന്നൊക്കെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കോണളവ്, ഈ റേഡിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. കോണളവിൻ്റെ യൂണിറ്റ് ആണ് റേഡിയൻ എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം 40ാമത്തെ ചോദ്യമാണ്. ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, കേശികത്വം. ഓപ്ഷൻ ഡി, കേശികത്വം. അടുത്ത ചോദ്യം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിനുള്ള
പ്രകാശ പ്രതിഭാസം ഏതാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അപവർത്തനം. ഓപ്ഷൻ ഡി, അപവർത്തനം. നമുക്കറിയാം അപവർത്തനം മൂലമുണ്ടാകുന്ന മറ്റുള്ള എക്സാമ്പിളുകളാണ് ജലാശയങ്ങളിലെ ആഴക്കുറവ് തോന്നുന്നത്, ജലാശയങ്ങളിലേക്ക് നോക്കുമ്പം ആഴക്കുറവ് പോലെ തോന്നുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച ഗ്ലാസ്സിൽ ഇട്ടിരിക്കുന്ന സ്പൂൺ അല്പം വളഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ? അതിന് കാരണവും അപവർത്തനമാണ്. അടുത്ത ചോദ്യം ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി. ഉത്തരം ഓപ്ഷൻ ബി, ഓഗസ്റ്റ് 23. ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഓഗസ്റ്റ് 23 ആണ്. നമുക്കറിയാം ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്നാണ് 2023 ജൂലൈ 14-നാണ്. ഭ്രമണപഥത്തിലെത്തിയത് ഓഗസ്റ്റ് 5-നാണ്. അവിടെ വിക്രം ലാൻഡറിൽ ഇറങ്ങിയത് ഓഗസ്റ്റ് 23-നാണ്. അപ്പം ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചന്ദ്രയാൻ, ഗംഗയാൻ തുടങ്ങിയ ടോപ്പിക്കുകൾ ഉറപ്പായിട്ടും ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന രീതി. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന രീതി ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ ബി, സംവഹനം. ഓപ്ഷൻ ബി, സംവഹനമാണ് ഉത്തരം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. നമുക്കറിയാം 3 തരത്തിലാണ് ചാലനമുണ്ട്, സംവഹനമുണ്ട്, വികിരണമുണ്ട്. താപപ്രക്ഷേപണം നടത്തുന്നത് 3 തരത്തിലാണ്: ചാലനം, സംവഹനം, വികിരണം. അതിനകത്ത് ഖരവസ്തുക്കളിൽ ഉണ്ടാകുന്ന താപപ്രക്ഷേപണം ചാലനമാണ്. അതുപോലെ തന്നെ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത് സംവഹനം വഴിയാണ്. ഇനി മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം. ഒരു ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയ്ക്ക് ഡാഷ് എന്ന് പറയുന്നു. ഒരു ഖരപദാർത്ഥം ചൂടാകുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഓപ്ഷൻ എ, ഉൽപ്പതനം. ഓപ്ഷൻ എ, ഉൽപ്പതനം. അടുത്ത ചോദ്യം. ജലത്തിന്റെ തിളനില ഡാഷ് ആണ്. ജലത്തിന്റെ തിളനില ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ സി, 100 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ്. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ്. ഉത്തരം ഓപ്ഷൻ എ, കെൽവിൻ. ഓപ്ഷൻ എ, കെൽവിൻ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന യൂണിറ്റുകളുണ്ട്, അത് ഓർത്തിരിക്കുക. നീളത്തിൻ്റെത് മീറ്ററാണ്, സമയം സെക്കൻഡാണ്, പിണ്ഡം കിലോഗ്രാം ആണ്, പദാർത്ഥത്തിൻ്റെത് മോളാണ്, വൈദ്യുതിയുടെ ആംബിയർ ആണ്, പ്രകാശ തീവ്രത കാൻഡല ആണ്, ഊഷ്മാവ് കെൽവിൻ ആണ്. അതുപോലെ തന്നെ മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നായിരുന്നു, കോണളവ് റേഡിയൻ ആണെന്നും കൂടി പറഞ്ഞിരുന്നു. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം. സംവഹനം നടക്കുന്നത് ഏതവസ്ഥയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, ദ്രാവകം. ഓപ്ഷൻ ബി, ദ്രാവകം. അടുത്ത ചോദ്യം നോക്കാം. ഉയർന്ന കലോറിക മൂല്യം ഉള്ള ഇന്ധനം ഏതാണ്? ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഹൈഡ്രജൻ. ഓപ്ഷൻ എ, ഹൈഡ്രജൻ. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ ഭാവിയുടെ ഇന്ധനം എന്നാണ് പറയുന്നത്. ഈ കലോറിക മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോ ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ പുറത്തുവിടുന്ന താപത്തിന്റെ അളവിനെയാണ് കലോറിക മൂല്യം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ സി, വികിരണം. ഓപ്ഷൻ സി, വികിരണം. അടുത്ത ചോദ്യം. ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, നീരാവി.
നീരാവിക്കാണ് ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ. താപം എന്നത് ഒരു ഊർജ രൂപമാണ്. അത് കണ്ടെത്തിയത് ജെയിംസ് പെർസ്കോട്ട് ജൂൾ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പാസ്കൽ. ഓപ്ഷൻ ഡി പാസ്കൽ ആണ് ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത്. തന്നിട്ടുള്ളതിൽ സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ് എന്നിവയെല്ലാം ഊഷ്മാവിന്റെ യൂണിറ്റുകളാണ്. എന്നാൽ പാസ്കൽ എന്ന് പറയുന്നത് മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ്. ഓർത്തിരിക്കുക, മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഊഷ്മാവ്. മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഊഷ്മാവ് എന്നത്. അടുത്ത ചോദ്യം, സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളിലാണ് സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, കെൽവിൻ സ്കെയില് എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, -273.15 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ -459.69 ഡിഗ്രി ഫാരൻഹീറ്റ്, 0 കെൽവിൻ. ഇതാണ് തന്നിട്ടുള്ളതിൽ ഈ 3 സ്കെയിലുകളിലെയും ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫിസിക്സ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ഡൗട്ട് ഉള്ളതുമായിട്ടും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഏതെങ്കിലും ചോദ്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അധിക ദിവസമൊന്നും എക്സാമില്ല. മാക്സിമം നമ്മൾ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. അതുമാത്രമല്ല, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്